അങ്ങനെ സൂര്യയും നന്ദിനി രജിസ്റ്റർ ഓഫീസിലേക്ക് പോണ വഴി സൂര്യ നന്ദിനിയോട് പറയുന്നുണ്ട്, ഈ നാട്ടുപുറത്തുകാരിക്ക് ഞാനൊരു സർപ്രൈസ് തരാം, വാ ഇറങ്ങ് എന്ന് പറഞ്ഞ് ഒരു പൂക്കടയുടെ മുന്നിൽ നിർത്തുകയാണ്. എന്താ സർ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അവള്. ഞാൻ നിനക്ക് കുറച്ച് മുല്ലപ്പൂ വാങ്ങിച്ചു തരാം, അത് ചൂടുന്നത് തനിക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കേണ്ട സൂര്യ. അതെന്താ സർ, അമ്മയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കട്ടെ സൂര്യ. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, അന്ന് എന്നെ കാണാതായ ആ ദിവസമില്ലേ, അന്ന് സാറ് ഇതുപോലെ തന്നെ ഒരു പൂക്കടയുടെ മുന്നിൽ പോയിട്ട് പൂ വാങ്ങിച്ചിരുന്നു. അന്ന് പറഞ്ഞത് ഭാര്യയ്ക്ക് ഇഷ്ടമില്ലെങ്കിലും ശരി അമ്മയൊക്കെ ദേഷ്യം പിടിപ്പിക്കുന്നത് കാണണം എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞിട്ടാണ് അന്ന് വാങ്ങിച്ചു കൊണ്ടുപോയത്. ആ സമയത്ത് സൂര്യ ആ കാര്യം ഒന്ന് ആലോചിക്കാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ നീ എങ്ങനെ അതറിഞ്ഞു? അന്ന് ആ പൂക്കടയുടെ ബാക്കിൽ ഞാൻ ഒളിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. സാറിന്റെ ഈ വാക്കും കൂടി കേട്ടപ്പോൾ എനിക്ക് നാട്ടിൽ പോകണം എന്നുള്ള വാശി കൂടി. ഛേ, അപ്പോൾ നീ എന്റെ കൺമുന്നിൽ നിൽക്കുകയായിരുന്നില്ല. നിനക്ക് അന്ന് എന്റെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കായതല്ലേ നന്ദിനി എന്ന് ചോദിക്കാൻ സൂര്യ. അതൊക്കെ പോട്ടെ സാർ, എന്തായാലും മുല്ലപ്പൂ വാങ്ങിക്കാം എന്ന് പറഞ്ഞ് അവൾ ആ കടയിലേക്ക് കയറാൻ കേട്ടോ. ആ സമയത്ത് സൂര്യ പറയുന്നുണ്ട്, ചേച്ചി മുല്ലപ്പൂ കൊടുക്കുക, എത്ര വേണ്ടതെന്നാ ചേച്ചി ചോദിക്കുന്നുണ്ട്. 2 മുളം എന്ന് പറയുന്നുണ്ട് നന്ദിനി. അങ്ങനെ അത് വാങ്ങിച്ചിട്ട് നന്ദിനി തലയിൽ ചൂടാൻ കേട്ടോ. സൂര്യ ആട്ടെ ക്യാഷെല്ലാം പേ ചെയ്തതിന് ശേഷം നന്ദിനി ആ പൂവ് തലയിൽ ചൂടുന്നത് ഇങ്ങനെ ആസ്വദിച്ച് നോക്കി നിൽക്കുകയാണ്. ശേഷം പറയുന്നുണ്ട്, വാ എന്ത് ഭംഗിയുണ്ട് ഇപ്പോൾ നിന്നെ കാണാൻ, നല്ല രസമാണ് ഈ മുല്ലപ്പൂ ചൂടുമ്പോൾ. അയ്യോ സാറേ, സമയം ഒരുപാടായി, വാ വേഗം പോവാ, അവിടെ പോയിട്ട് വേണം എനിക്ക് ആരതിയുടെ വീട്ടിലേക്ക് മടങ്ങി എത്താൻ എന്ന് പറയുന്നുണ്ട്. എങ്കിൽ വേഗം കയറ് എന്ന് പറയാൻ സൂര്യ. എന്നിട്ട് 2 പേരും വീണ്ടും യാത്രയാവുകയാണ്. അതേസമയം യതീന്ദ്ര സാറും ബാക്കിയുള്ളവരും രജിസ്റ്റർ ഓഫീസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവർ നന്ദിനിയെ കാത്ത് മുഷിഞ്ഞു നിൽക്കുകയാണ്. വേദ പറയുന്നത്, നോക്ക് ചേച്ചി, ഇപ്പോൾ നമുക്ക് അവളെ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അതിനെന്താ, എന്തായാലും അവൾ വരട്ടെ എന്ന് ഇന്ദ്രജ പറയണം. അപ്പോൾ വേദ പറയുന്നത്, സത്യം പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന മണ്ടത്തരമാണ് ചേച്ചി, കല്യാണമാണ് നടക്കാൻ പോകുന്നത് നമ്മൾ അവളോട് പറയണം, എന്നിട്ട് ഒപ്പ് റെഡി എന്ന് പറഞ്ഞാൽ അവൾ കേക്കില്ലേ എന്ന് ചോദിക്കേണ്ട വേദ. വെറുതെ മണ്ടത്തരം പറയാതെ വേദ, അവളുടെ വിവാഹത്തിന് രജിസ്ട്രേഷനാണ് ഇവിടെ നടക്കുന്നതെന്ന് അറിഞ്ഞാൽ ആ നിമിഷം അവൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകും എന്ന് പറയട്ടെ ഇന്ദ്രജ. അപ്പോഴേക്കും അവിടെ സൂര്യയും നന്ദിനിയും വന്നിറങ്ങാൻ. നന്ദിനിയുടെ തലയിൽ മുല്ലപ്പൂ കാണുമ്പോൾ വേദ പറയുന്നുണ്ട്, കല്യാണത്തിന് ഒരിക്കൽ തന്നെയാണല്ലോ ഏട്ടൻ കൊണ്ടുവന്നിരിക്കുന്നത്, പൂവൊക്കെ വെച്ചിട്ടുണ്ട്. അതേസമയം നല്ല സ്റ്റൈലായിട്ട് തന്നെ നന്ദിനിയും സൂര്യയും അകത്തേക്ക് പ്രവേശിക്കാൻ കേട്ടോ. അങ്ങനെ അവർ പുറത്ത് വെച്ചുമ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛ ആയില്ലേ? ഇല്ലടാ, അകത്ത് വേറെയും ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതാണ് വൈകുന്നത്. നന്ദിനി പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ നിന്നും ഇറങ്ങിയിട്ട് വേണം സർ ആരതിയുടെ അടുത്തേക്ക് പോകാൻ, ഇല്ലെങ്കിൽ അവിടെ വൈകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വേദ പതിയെ ഇന്ദ്രജയോട് പറയുന്നുണ്ട്, ഇവിടെ ഈ വിവാഹം കഴിഞ്ഞിട്ട് എവിടേക്കാ പോകാൻ നിൽക്കുന്നത്? അതിനിടയിൽ അകത്തു നിന്നും ഒരാൾ വന്ന് യതീന്ദ്ര സാറിനെ വിളിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ആദ്യം പോയി നോക്കട്ടെ, കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം നിങ്ങളെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അകത്തേക്ക് പോവാണ്. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, ഞാൻ വരില്ല എന്ന് സാറിനോട് പറഞ്ഞതാണ്, പക്ഷെ എന്നെ നിർബന്ധിച്ചു കൊണ്ടുവന്നതാണ് എന്ന് പറയാൻ. അപ്പോൾ വേദ അറിയാതെ പറയുന്നുണ്ട്, ഈ കാര്യത്തിന് ഏട്ടനും നന്ദിനിയും അല്ലാതെ വേറെ ആരാ ഒപ്പിടേണ്ടത്, ഇത് നിങ്ങളുടെ കാര്യമല്ലേ എന്ന് പറയാൻ. അത് കേൾക്കുമ്പോൾ നന്ദിനിക്ക് സംശയം വരികയാണ്. വേഗം ഇന്ദ്രജ പറയുന്നുണ്ട്, അതേ നന്ദിനി, ഇവിടെ സാക്ഷികളെ ഒപ്പിടാൻ നിന്റെ സൂര്യയുടെയും പേര് കൊടുത്തു പോകും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അകത്ത് കയറിയ രതീന്ദ്ര സാർ ഓഫീസറോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു വെക്കാൻ കേട്ടോ. ഇതെല്ലാം തൊട്ടപ്പുറത്ത് നിന്നും ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം കാര്യങ്ങളെല്ലാം പിടികിട്ടി തലയാട്ടുകയാണ്. എന്നിട്ട് പുറത്ത് വന്ന് നോക്കാൻ കേട്ടോ. അതേസമയം അവിടെ സൂര്യയും നന്ദിനിയും ബാക്കിയുള്ളവരെയും കാണാൻ കേട്ടോ. അങ്ങനെ അദ്ദേഹത്തിന് ഏതാണ്ട് കാര്യമൊക്കെ മനസ്സിലാകുകയാണ്. അങ്ങനെ അദ്ദേഹം പുറത്ത് പോയതിനു ശേഷം അവരെല്ലാം ഒരാളോട് ചോദിക്കുന്നുണ്ട്, അല്ല മനോജ്, ഇവിടെ എന്തിനാണ് യതീന്ദ്ര സാർ കുടുംബം വന്നിരിക്കുന്നത്, എന്തെങ്കിലും രജിസ്ട്രേഷനോ മറ്റോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മനോജ് പറയുന്നത്, എന്റെ സാറേ, ഇതൊരു ഏണി പിടിച്ച കേസാണ്, ഇത് രജിസ്ട്രേഷൻ തന്നെയാണ്, പക്ഷെ അത് അയാളുടെ മകന്റെ കല്യാണത്തിന്റെ രജിസ്ട്രേഷൻ ആണ് എന്ന് പറയാൻ. ഇത് രഹസ്യമായിട്ടുള്ള ഇടപാടാണ് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോവാണ്. ശേഷം അദ്ദേഹം ഒരു ഫോൺ എടുത്തിട്ട് വിശ്വനാഥനെ വിളിക്കാൻ കേട്ടോ. അങ്ങനെ അദ്ദേഹത്തെ ഫോൺ കിട്ടാത്തത് കൊണ്ട് മോളെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് മിത്രയെ വിളിക്കുകയാണ്. ആ മിത്രമോളെ, അച്ഛനെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്, അച്ഛൻ എവിടെയാണെന്ന് എനിക്കറിയില്ല, അച്ഛനെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ വിളിച്ചാൽ മതി എന്ന് പറയാൻ അവൾ ദേഷ്യപ്പെടുകയാണ്. അല്ല മോളെ, ഞാൻ അച്ഛന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്, സൂര്യ സാറിനെ കുറിച്ചാണ്. ഞാനിപ്പോൾ സബ് രജിസ്റ്റർ ഓഫീസിലാണ് നിൽക്കുന്നത്, സൂര്യയും ആ വേലക്കാരി പെണ്ണും ഇവിടെയുണ്ട്, അവർക്കെന്താ അവിടെ കാര്യമെന്ന് ചോദിക്കുന്നതിന്റെ മിത്രം. അതാണ് അത്ഭുതപ്പെടുത്തുന്നത്, ഇന്ന് അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്ന് പറയാട്ടോ. ഇത് കേട്ടത് മിത്ര ആകെ ഷോക്കാവുകയാണ്. വാട്ട് എന്ന് ചോദിക്കാൻ അവൾ. എല്ലാ കാര്യങ്ങളും രഹസ്യമായി വെച്ചിരിക്കുകയാണ് എന്ന് പറയേണ്ടത്. അവിടെ ആരൊക്കെയുണ്ടെന്ന് മിത്ര തിരക്കുന്നുണ്ട്. അങ്ങനെ അവിടെയുള്ള പേരൊക്കെ പറയുന്നുണ്ട്. സൂര്യയുടെ അമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറയേണ്ട അദ്ദേഹം. എന്തായാലും താൻ അവിടെ തന്നെ നിൽക്കുക, ഈ വിവാഹം എങ്ങനെ നടത്തണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിൽക്കാൻ പറയാൻ. എന്നിട്ട് അമ്മ എന്ന ഉച്ചത്തിൽ വിളിക്കാൻ. എന്നിട്ട് അമ്മയോട് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. ശേഷം കാണിക്കുന്നത് പത്മ വീട്ടിലേക്ക് തിരിച്ചെത്താൻ കേട്ടോ. അകത്ത് കയറി ഉടനെ തന്നെ സുമയെ വിളിക്കാൻ. എന്നിട്ട് സാറ് വന്നോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. ഇല്ല, സാറ് വന്നില്ല, സാറും സൂര്യ സാറും നന്ദിനിയും ഒന്നിച്ചാണല്ലോ ഇവിടെ നിന്ന് ഇറങ്ങിയത്, ബാക്കിയുള്ളവരും അവരൊപ്പമാണ് പോയത് എന്നൊക്കെ പറയാൻ. ഇത് കേൾക്കുന്ന പത്മക്ക് സംശയം വരികയാണ്. അങ്ങനെ അവർ ഉടൻ തന്നെ ഫോൺ എടുത്തിട്ട് യതീന്ദ്രനെ വിളിക്കുകയാണ്. അദ്ദേഹം പത്മയുടെ ഫോൺ കണ്ടതും അയ്യോ പത്മ എന്ന് പറഞ്ഞ് പേടിക്കുന്നുണ്ട്. എന്നിട്ട് ഫോൺ എടുക്കാതെ നിൽക്കാൻ കേട്ടോ. പത്മയാവട്ടെ അടുത്തത് വിളിക്കുന്ന ഇന്ദ്രജയുടെ ഫോണിലേക്കാണ്. പിന്നീട് വിജയുടെ. ആര് ഫോൺ എടുക്കാത്തതായപ്പോൾ അവർക്ക് ദേഷ്യം വരിക. അങ്ങനെ റൂമിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ നിൽക്കാൻ. ആ സമയത്താണ് മിത്രയുടെ അമ്മ വേണി പത്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. എന്നിട്ട് അവർ ചോദിക്കുന്നത്, ഹലോ പത്മ, എന്നെ മറന്നോ?
എന്താണ് പത്മക്ക് സുഖം തന്നെയല്ലേ? അല്ല ആ വേലക്കാരിക്ക് സുഖം തന്നെ അല്ല സോറി മരുമകൾ അവൾക്ക് സുഖം തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചോദിക്കേണ്ട ആദ്യമൊക്കെ. എല്ലാത്തിനും പത്മ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പിടിച്ചു നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് ഓരോ കാര്യങ്ങൾ സംസാരിക്കാണ്ട വേണി. അന്ന് കൺസ്ട്രക്ഷൻ സൈറ്റിൽ വെച്ചിട്ട് തിരികൊളുത്തിയപ്പോൾ പത്മയുടെ മുഖഭാവം ഞാൻ ശ്രദ്ധിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ സംഭവങ്ങളൊക്കെ പറയാട്ടോ. അപ്പോൾ പത്മ പറയുന്നുണ്ട്, വേണി പ്ലീസ് ഈ കാര്യം സംസാരിക്കുകയാണെങ്കിൽ അത് ഇവിടെ തന്നെ നിർത്തിയേക്കും. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കാട്ടോ. അവസാനം ചോദിക്കുന്നുണ്ട്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? കാൽ കാശിന് പോലും വിലയില്ലാത്ത മരുമകളെ സ്വന്തം സ്റ്റാറ്റസിലേക്ക് ഉയർത്താൻ പത്മ തീരുമാനിച്ചോ? അതിന്റെ ഭാഗമാണോ ഈ രജിസ്ട്രേഷൻ എന്ന് ചോദിക്കാൻ. അത് കേട്ടതും പത്മ ഒന്ന് ഷോക്കാവാട്ടെ. എന്നിട്ട് ചോദിക്കുന്നു, ഏത് രജിസ്ട്രേഷൻ? അപ്പോൾ വേണി ചോദിക്കുന്നുണ്ട്, അത് ശരി, അപ്പൊ പത്മ ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ? കഷ്ടം, സ്വയം പുലിയാണെന്ന് വിചാരിക്കുമ്പോഴും വീട്ടുകാരെല്ലാവരും ചേർന്ന് കാട്ടുപൂച്ചയാക്കി കളഞ്ഞല്ലോ. അത് ശരി, സൂര്യയുടെ നന്ദിയുടെയും വിവാഹ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാട്ടോ. ഇത് കേട്ടതും പത്മ ആകെ ഷോക്കാവാണ്. നീ ഒഴിച്ച് ബാക്കി എല്ലാവരും രജിസ്റ്റർ ഓഫീസിലുണ്ട്. വീട്ടുകാരെല്ലാവരും ചേർന്ന് മനഃപൂർവ്വം നിന്നെ ഒഴിവാക്കിയതാണോ? അതോ ആ ഒരു കാര്യത്തിൽ പങ്കെടുക്കണ്ട എന്ന് വിചാരിച്ച് താൻ മാറി നിന്നതാണോ? അപ്പോൾ പത്മ പറയുന്നത്, വേണി നീ വെറുതെ എന്നെ പറ്റിക്കരുത്. സംശയമുണ്ടെങ്കിൽ നീ തന്നെ രജിസ്റ്റർ ഓഫീസ് വരെ പോയി നോക്ക്. അവിടെ നിന്റെ ഭർത്താവും മക്കളും എല്ലാവരെയും കാണാം. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പത്മയെ അങ്ങ് നന്നായിട്ട് കളിയാക്കാട്ടോ വേണി. അവസാനം കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഇനി രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ മോനോടും മരുമകളോടും എന്റെ അന്വേഷണം പറഞ്ഞേക്ക്, വിവാഹാശംസകൾ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് വെക്കാണ്ട്. എല്ലാം കേട്ട് കഴിയുമ്പോൾ പത്മക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. ഉടൻ തന്നെ അവൾ വീട്ടിൽ നിന്നും ഇറങ്ങി വണ്ടിയെടുത്ത് പുറത്തു പോവുകയാണ്. അതേസമയം രജിസ്റ്റർ ഓഫീസിന്റെ മുറ്റത്ത് നിൽക്കുകയായിരുന്നു സൂര്യയും ബാക്കി എല്ലാവരും. ആദ്യത്തിന് ഒരാൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ വിളിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി അകത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ രജിസ്റ്റർ ഓഫീസർ ഒരു ഫയൽ തുറന്നിട്ട് അതിൽ നിന്നും പേപ്പറുകളെല്ലാം മാറ്റി സൂര്യ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സൂര്യ വന്ന് ഒപ്പിടൂ എന്ന് പറയാണ്. അങ്ങനെ സൂര്യ ഒപ്പിടുകയാണ് കേട്ടോ. പിന്നീട് ആരാ നന്ദിനി എന്ന് ചോദിക്കുന്നുണ്ട്. നന്ദിനിയുടെ ഒപ്പിടൂ എന്ന് പറയാണ്. അങ്ങനെ സൂര്യയുടെ കയ്യിൽ നിന്ന് പേന വാങ്ങിച്ചിട്ട് നന്ദിനി ഒപ്പിടാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് തൊട്ടടുത്ത് വെച്ചിരിക്കുന്ന സൂര്യയുടെയും നന്ദിനിയുടെയും ഫോട്ടോ പതിച്ച ആ പേപ്പർ താഴെ വീഴുകയാണ് കേട്ടോ. അത് കണ്ടതും എല്ലാവരും ആകെ ഒന്ന് ഷോക്കാവാണ്. അങ്ങനെ നന്ദിനി കുനിഞ്ഞു നിന്ന് ആ പേപ്പർ എടുക്കുകയാണ്. അത് തിരിച്ചു നോക്കിയതും അവൾ കാണുന്നത് സൂര്യയുടെയും അവളുടെയും ഫോട്ടോ. അത് കണ്ട് അവൾ ആകെ ഷോക്കായി പോവാണ്. അതേസമയം സൂര്യയും യതീന്ദ്ര സാറൊക്കെ വല്ലാണ്ടങ്ങ് പേടിക്കാണ്. എന്നാൽ ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് വിശ്വനാഥന്റെ ആള് നോക്കുന്നുണ്ടായിരുന്നു. അതിൽ നോക്കിയിട്ട് നന്ദിനി ആകെ പേടിച്ച് കരയാണ്. സാർ എന്നോട് പറഞ്ഞത് ഏതോ പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷൻ എന്നല്ലേ? ഇത് ശരിക്കും കല്യാണത്തിന്റെ രജിസ്ട്രേഷൻ അല്ലേ? അപ്പോൾ യതീന്ദ്ര സാർ അത് മോളെ എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോഴേക്കും പത്മ അവിടെ വന്നിറങ്ങാണ്ട്. അത് കണ്ടതും എല്ലാവരും ആകെ പേടിച്ച് നോക്കി നിൽക്കുകയാണ്.